എപ്പിസോഡിന്റെ ആരംഭത്തിൽ അവിടെ ഉള്ള ഒരു ജയിലാണ് കാണിക്കുന്നത്. ആ ജയിലിൽ തന്നെ ഹീറോ, ഹീറോയിൻ, അതുപോലെ മോൻ ജയിലിന്റെ അകത്ത് ഇരിപ്പുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. വേറൊന്നുമല്ല, കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് ആൾക്കാർ അവനെ കാണാൻ വന്നില്ലായിരുന്നു. അത് വേറെ ആരുമല്ല, അവരുടെ നിന്ന് കുറച്ച് പൈസ ഇവര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ആൾക്കാരാണ് ഇവരെ കാണാൻ വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇവന്റെ കൂട്ടുകാരനും ഇവനും കൂടി ചേർന്ന് കുറച്ച് ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബിസിനസ് തുടങ്ങാനായിട്ട്. എന്നാൽ ആ പൈസയായിട്ട് ഇവന്റെ കൂട്ടുകാരൻ മുങ്ങി. ഇവനിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവനിപ്പം ജയിലിൽ കിടക്കുകയാണ്. എന്തായാലും ഹീറോയിൻ അവനോട് പറയുന്നുണ്ട്, പണ്ട് തൊട്ടേ എനിക്കറിയാം അവൻ പണ്ട് തൊട്ടേ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ മോഷ്ടിക്കും. നമ്മുടെ വീട്ടിൽ വരുമ്പം എല്ലാ സാധനങ്ങളും അമ്മ അടിച്ചോണ്ട് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൊച്ചിലെ മോഷ്ടിച്ചിട്ടും ഇപ്പോഴും അവൻ മോഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് അവന്റെ അടുത്ത് കൂട്ടുകൂടാൻ പാടില്ല എന്ന്. എന്നിട്ട് നീ കേൾക്കാതെ വീണ്ടും കൂട്ടുകൂടാൻ ചെന്ന് ഇപ്പൊ പണി കിട്ടി. ഇതിന് മറുപടിയായിട്ട് അവൻ പറയുന്നത്, എനിക്ക് അച്ഛനെ പോലൊരു ജീവിതം കൊണ്ടു നടക്കാൻ വയ്യ, എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കണം, നല്ല പൈസയൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇപ്പൊ എനിക്ക് പണി കിട്ടിയിരിക്കുന്നത്. ഈ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് പണ്ട് നടന്നൊരു ഫ്ലാഷ് ബാക്ക് ആണ്. ഹീറോയിന്റെ മൂന്നാമത്തെ മോനുണ്ടല്ലോ, കടലിൽ വീണ് മരിച്ച ഒരു കുട്ടിയില്ലേ, ആ കുട്ടി മരിച്ചിട്ട് 3 ദിവസത്തിന് ശേഷം മോൻ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഹീറോയിനും ഹീറോയ്ക്കൊക്കെ എങ്ങനെ ആഘോഷിക്കാൻ പറ്റില്ല. കാരണം അവരുടെ മോൻ മരിച്ചിട്ട് 3 ദിവസം ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ആഘോഷിക്കാതെ ഒരു അനക്കം ഇല്ലാതെ അവിടെ കിടക്കുകയാണ് ഹീറോയിനൊക്കെ. എന്നാൽ ഇത് കാണുന്ന മുത്തശ്ശി അവനോട് വന്ന് പറയാണ്, എടാ മോനെ, നിന്റെ അനിയൻ മരിച്ചിട്ട് 3 ദിവസം ആയതേ ഉള്ളൂ, അതിന്റെ വിഷമം നിന്റെ അച്ഛനും അമ്മയ്ക്ക് കാണും. അതുകൊണ്ട് എന്തായാലും ഈ ബർത്ത്ഡേ ഇന്ന് നമുക്ക് ആഘോഷിക്കില്ല. അതുപോലെ തന്നെ ഒരു ദിവസം ലിസ അനിയനോട് ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഹീറോന്റെ മോനോട് ഒരു പടം വരച്ചിട്ടാണ് അതിലൂടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം അച്ഛന്റെ അമ്മയുടെ ഹൃദയത്തിൽ വലിയൊരു തുളയാണ്, അത് നമ്മൾ ഫില്ല് ചെയ്യണം. എങ്ങനെ ഫില്ല് ചെയ്യണം? നമ്മൾ പഠിച്ച് ഓരോ പ്രാവശ്യം മാർക്ക് വാങ്ങുന്ന അനുസരിച്ച് അത് ഫില്ല് ആയിക്കോളൂ. അങ്ങനെ ഈ പയ്യൻ പഠിക്കാൻ തുടങ്ങി, പഠിച്ച് മാർക്ക് വാങ്ങാനും തുടങ്ങിയിട്ടുണ്ട്. അവൻ 100-ൽ 65 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അമ്മേനെ കൊണ്ട് കാണിക്കുകയാണ് എനിക്ക് മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അന്നേരം തന്നെ അങ്ങോട്ട് ലിസ കൂടെ വരികയാണ്. ലിസയെ മാർക്ക് കൊണ്ടുവന്ന് കാണിക്കുകയാണ്. മാർക്ക് കൊണ്ടുവന്ന് കാണിക്കുന്ന സമയത്ത് അവൾക്ക് 100-ൽ 95 ആ റേഞ്ചിലാണ് മാർക്കൊക്കെ വരുന്നത്. ഇത് കാണുമ്പം ഹീറോയിന് നല്ല സന്തോഷമാവുന്നുണ്ട്. എന്നാലും നമ്മുടെ പയ്യന്റെ മാർക്ക് കണ്ടപ്പം ഇത്രയും സന്തോഷം അവളുടെ ഫേസിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പയ്യൻ വിചാരിക്കുകയാണ്, അതായത് അമ്മയ്ക്ക് ചേച്ചിയോടാണ് കൂടുതൽ ഇഷ്ടമെന്ന്. ആ ഒരു വേദന ഇവൻ വളർന്നിട്ടും ഇപ്പോഴും അവന്റെ മനസ്സിലുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഇവിടെ, അതായത് ഹീറോയിനോടും ഹീറോയിനോടും ഇവൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഫേവറേറ്റ് ചൈൽഡ് ലിസയായിരുന്നു, ഞാനല്ല. എന്തൊക്കെ വന്നാലും ലിസ ലിസ ലിസ. അതുപോലെ തന്നെ ഒരു ദിവസം പണ്ട് വീട്ടിൽ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കി. അതായത് പോർക്ക് കട്ട്ലറ്റ് ആണ്. എന്നാൽ കുറച്ചധികം മാറ്റി വെച്ചിട്ടുണ്ട് ലിസയ്ക്കും ഹീറോയ്ക്കും വേണ്ടിയിട്ട് ഹീറോയിൻ. എന്നാൽ ഈ പയ്യൻ അത് തികഞ്ഞില്ല. അവൻ ഇനിയും വേണമെന്ന് പറയാണ്. എന്നാൽ ഹീറോയിൻ കൊടുക്കാൻ വിസമ്മതിക്കുകയാണ്. എന്നിട്ട് അവൻ അവിടെ ഇരിക്കുന്ന കട്ട്ലറ്റ് എടുക്കുന്നുണ്ട്. അതായത് ചേച്ചിക്കും അച്ഛനും കൂടെ ആണെന്ന് പറഞ്ഞപ്പോൾ അവൻ അത് എടുക്കുന്നുണ്ട്. കാരണം ചേച്ചിയോട് അവനൊരു അസൂയുണ്ട്. വേറൊന്നുമല്ല, ഹീറോയ്ക്കും ഹീറോയിനും അവളെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ വേറൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അവൻ ഇച്ചിരി വലുതായ ശേഷമാണ് അവൻ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ സ്വർണത്തിന്റെ ഒരു കാളേനെ നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് തരും, നിങ്ങളെ നല്ല ഹാപ്പി ആയിട്ട് നോക്കുമെന്നൊക്കെ. എന്നാൽ ആ സമയം ഹീറോയിൻ പറയുന്നത് ലിസയുടെ കാര്യമാണ്. ലിസേനെ വലുതായിട്ട് ശ്രദ്ധിക്കാനും വേണ്ടി വന്നില്ല, അവൾ നന്നായിട്ട് പഠിച്ച് രക്ഷപ്പെട്ടു. ഇതോടെ കേട്ട സമയത്ത് അവൻ ആകെ വിഷമാവുകയാണ് കേട്ടോ. അവന്റെ മുഖഭാവമൊക്കെ മാറുകയാണ്. ആകെ സങ്കടപ്പെട്ടു പോയി. അതുപോലെ ഹീറോയിൻ രണ്ടാമത് പ്രഗ്നന്റ് ആയിട്ടുള്ള സമയം ഹീറോനോട് ഹീറോയിൻ ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് നല്ലൊരു അമ്മയാവാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്തായാലും എനിക്ക് നല്ലൊരു അമ്മയാവണം. പിന്നെ എന്റെ ഏറ്റവും വലിയ പേടി ഇവർക്ക് രണ്ടുപേർക്കും നല്ലൊരു അമ്മയാവാൻ പറ്റുമെന്നാണ്. ഇനി എന്റെ മക്കളെ ഞാൻ എന്തേലും പറഞ്ഞ് വിഷമിപ്പിച്ചാലോ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് തോന്നിയാലോ അടുത്ത കുട്ടിയോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന്. അവിടെ ഞാൻ ഒരു അമ്മയായിട്ട് പരാജയപ്പെട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് അവർ ജയിലിലിരിപ്പുണ്ട്. ഇപ്പൊ ഹീറോയിന്റെ പേടി കണക്ക് തന്നെ അത് സംഭവിച്ചിട്ടുണ്ട്. അതായത് അനിയൻ വിചാരിച്ചിരിക്കുന്നത്, മോൻ വിചാരിച്ചിരിക്കുന്നത് മോൾക്കാണ് അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്തതെന്ന്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു സങ്കടവും വിഷമവും എല്ലാം അവനുണ്ട്. ഇത് കേട്ട സമയത്ത് ഹീറോയിൻ കരയുന്നുണ്ട്. ഹീറോയിൻ കരയുന്നത് കണ്ടപ്പം ഹീറോ ഇവനെ വഴക്ക് പറയുന്നുണ്ട്. ഇതും പറഞ്ഞ് അവരവിടെ എണീറ്റ് പോവുകയാണ്. ഈ സമയം ഇവിടെ കാമുകി, അതായത് മോന്റെ ഭാര്യ, ഇവിടെ അച്ഛനെ കാണാൻ വന്നിട്ടുണ്ട്. അച്ഛനോട് പറയാണ്, എന്റെ ഭർത്താവ് ജയിലിലാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്യണം, നിങ്ങളുടെ മരുമോനില്ലേ ഏകദേശം 17 മില്യൺ വോണാണ്, അത് എങ്ങനെയെങ്കിലും ഒന്ന് അടച്ചു തീർക്കാൻ പറ്റുമെന്ന്. എന്നാൽ പുള്ളിക്കാരൻ പറയാണ്, എനിക്ക് നിന്നെക്കാട്ടിയും വലുത് പൈസയാണ്, ആരും ഇല്ലാത്ത സമയത്തെല്ലാം എന്റെ കൂടെ നിന്നിട്ടുള്ളത് പൈസയാണ്, അല്ലാതെ നീയല്ല. നീ എനിക്ക് റെസ്പെക്ട് കൊണ്ട് തന്നിട്ടില്ല, പദവി കൊണ്ട് തന്നിട്ടില്ല, എല്ലാം എനിക്ക് കൊണ്ടു തന്നത് പൈസയാണെന്ന്. ഇതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. അവള് പോയ ഉടനെ അമ്മ വന്നിട്ട് രണ്ടാം കെട്ടുകാരനോട് സംസാരിക്കുകയാണ്. ഒരു 70,000 വോണല്ലേ ഉള്ളൂ, സോറി 70,000 മില്യൺ വോണല്ലേ ഉള്ളൂ. എന്ത് 70,000 മില്യൺ വോണോ? നീ ഇതുവരെ 100 വോണെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്നിട്ടാണോ നീ ഇങ്ങനെ പറയുന്നത്? ഇത് കേൾക്കുന്ന അമ്മ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ഈ പണം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു, മരിച്ച ശേഷം നിങ്ങൾ ആരും ഓർക്കത്ത് പോലും ഇല്ല. എന്തേലും ഒരു നല്ല കാര്യം ചെയ്യുവാണെങ്കിൽ ആൾക്കാർ നിങ്ങളെ ഓർത്തു വെക്കും. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് നല്ലോണം ജീവിക്കാൻ നോക്ക്, ആൾക്കാരെയൊക്കെ സഹായിച്ചിട്ട്. ഇത് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ സീൻ കട്ടായാൽ അടുത്ത സീനിൽ ഹീറോയിനും ലേഡികളും കൂടെ പണം പറ്റിച്ചോണ്ട് പോയ പയ്യനില്ലേ, അവന്റെ അമ്മയുടെ കടയിൽ വന്നിട്ടുണ്ട്. അവര് പറയുന്നതെന്ന് വെച്ചാൽ അവനൊരു നല്ല പയ്യനാ, അവൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല, എല്ലാത്തിനും കാരണം നിങ്ങളുടെ മോനാ, അതായത് ഹീറോയിന്റെ മോന്റെ കൂടെ കൂട്ടുകൂടിയ ശേഷമാണ് അവരുടെ മോൻ ചീത്തയായി പോയതെന്ന്. എന്നാൽ ഇത് അങ്ങനല്ല എന്ന് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവർ കേൾക്കുന്നില്ല. ഈ നേരമാണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് ഹീറോയിനും ലേഡികളും വേറൊന്നുമല്ല, കടയിൽ പുതിയൊരു ടിവിയും പിന്നെ അവരുടെ കയ്യിൽ പുതിയൊരു സ്വർണത്തിന്റെ റിങ്ങും.
ഇത് കണ്ടപ്പം അവർക്ക് മനസ്സിലായി അവൻ പറ്റിച്ചതിന്റെ പൈസയുടെ കുറച്ച് പങ്ക് ഇവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന്, അതായത് പറ്റിച്ചുകൊണ്ട് ഓടിയ പയ്യന്റെ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. ഇത് കണ്ടതോടെ ഹീറോയിന്റെ ആകെ ഉള്ള ആ കിളി പോവാണ്. ഈ ലേഡീനെ ആകെ ആക്രമിക്കുകയാണ് കേട്ടോ. മുടിയിലൊക്കെ പിടിച്ചിട്ട് വലിച്ച് തറയിലിട്ട് അടിയാണ്. അവസാനം ഹീറോയിൻ ജയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ടിവിയും മോതിരവും കൈക്കലാക്കി അവിടെ നിറങ്ങുന്നുണ്ട്. ഇത് വിറ്റിട്ട് ജയിലിലെ പൈസ അടയ്ക്കാമല്ലോ. ജയിലിൽ ഇനി പൈസ അടച്ചാലേ പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. ആൾക്കാരെ പറ്റിച്ച പൈസ ഇല്ലേ, അല്ലാതെ അവര് പുറത്തിറക്കി വിടത്തില്ല. ഇത് കണ്ടപ്പോൾ ലേഡികൾക്കൊക്കെ ആകെ അത്ഭുതം കേട്ടോ. ഹീറോയിൻ ഇങ്ങനെയൊന്നും പെരുമാറി കണ്ടിട്ടില്ല ഇതുവരെ. എന്നാൽ ആദ്യമായിട്ടാണ് ഹീറോയിൻ ഇത്രയധികം ദേഷ്യപ്പെട്ടിട്ട് ആൾക്കാരോട് പെരുമാറുന്നത്. സ്വന്തം മോന്റെ കാര്യം വന്നപ്പം അവൾ ആകെ മാറിപ്പോയെന്ന് ആ ലേഡികൾ പറയുന്നുണ്ട്. ഒരു MMA റെസ്ലറിനെ പോലെ അടിപൊളിയായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ലേഡീനെ അടിച്ചിട്ടെന്ന്. ഇതൊക്കെ ഒരു സൈഡിൽ നടക്കുന്ന സമയം വേറൊരു സൈഡിൽ ഹീറോ ഒരാളുടെ അടുത്ത് വന്ന് പണം കടം ചോദിക്കുകയാണ്, അതായത് ജയിലിൽ അടയ്ക്കാനായിട്ട്. എന്നാൽ പുള്ളിക്കാരൻ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അയാൾ പറയാണ്, നിങ്ങളുടെ ഈ ബോട്ട് വെച്ചിട്ട് നിങ്ങൾ എത്ര കാലം മീൻ പിടിക്കും? നിങ്ങൾ തന്നെ ഇപ്പൊ പ്രായമായി വരുവാണ്, നിങ്ങൾക്ക് മുട്ടൊന്നും വയ്യ, നിങ്ങൾ പിന്നെ എങ്ങനെയാണ് എന്റെ പൈസ അടയ്ക്കാൻ പോകുന്നത്? ഇപ്പൊ തന്നെ ആൾക്കാർ മിഷനറി വെച്ചിട്ടാണ് മീൻ പിടിക്കുന്നത്. ഒരു വീടിന്റെ വലിപ്പത്തിൽ ആൾക്കാർ മീൻ പിടിക്കാറുണ്ട്. എന്നിട്ട് നിങ്ങളുടെ ഈ ബോട്ട് വെച്ചൊന്നും നിങ്ങൾക്ക് എന്റെ കടം വീട്ടാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും പൈസ തരത്തില്ല. ഇത് കേട്ട സമയത്ത് ഹീറോ തല കുനിച്ചിട്ട് പൈസ തരുമെന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇത് കാണുന്ന സമയത്ത് നമുക്ക് ആകെ വിഷമാവും കേട്ടോ. കാരണം ഒരു മനുഷ്യൻ എന്തുമാത്രം താഴണം പൈസയ്ക്ക് വേണ്ടിയിട്ട്. പൈസ കടം ചോദിച്ച ആള് കടം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോ ബോട്ട് വിൽക്കാൻ വരികയാണ്. ബോട്ട് കൊടുക്കണമെങ്കിൽ ആദ്യം അതിനകത്തിരിക്കുന്ന സാധനമൊക്കെ പറക്കി മാറ്റണ്ടേ. അങ്ങനെ അതിനകത്തിരിക്കുന്ന ബുക്കൊക്കെ പറക്കി മാറ്റുന്ന സമയം അതിൽ നിന്ന് ഒരു പോയം കിട്ടാണ്. പണ്ട് ഹീറോയിൻ എഴുതി കൊടുത്തൊരു പോയാണ്. ആ നേരമാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത് അന്ന് ഹീറോയിനോട് പോയറ്റ് കണ്ടസ്റ്റിനകത്ത് ചോദിച്ചില്ലായിരുന്നു എനിക്കൊരു പോയം എഴുതി തരുമെന്ന്. അന്ന് ഹീറോയിൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പോയം ഇങ്ങനെയാണ്: അവൻ എന്റെ കൂടെ ഉള്ളപ്പം അവൻ ഭയങ്കര ശല്യമാണ്, അവൻ എന്റെ കൂടെ ഇല്ലാത്തപ്പോൾ അവൻ എവിടെയെന്ന് ഞാൻ അന്വേഷിക്കാറുണ്ട്, അവന്റെ കൂടെ വേറെ ഏതെങ്കിലും പെൺകുട്ടികൾ നടക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരാറുണ്ട്, എന്നാൽ ഞാൻ നടക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരാറില്ല. ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവനെ കണ്ടതായിട്ട് ഭാവിക്കാറില്ല, എന്നാൽ ഞാൻ കണ്ണടയ്ക്കുമ്പോൾ അവനെ തന്നെ ആയിരിക്കും ഓർത്തുകൊണ്ടിരിക്കുന്നത്. എന്റെ കണ്ണിൽ നിറയെ അവനാണ്. ഇതാണ് ആ കവിതയ്ക്കകത്ത് എഴുതിയിരിക്കുന്നത്. ഇത് അവൻ വായിച്ചുകൊണ്ട് നടക്കാണ്. ഫ്രണ്ടിൽ തന്നെ ഹീറോയിനും പോകുന്നുണ്ട്. എന്തായാലും ഇത് കണ്ടപ്പം അവൾക്കൊരു മുത്തം കൊടുക്കുകയാണ് കവിളിൽ. എന്നാൽ അവൾ അവനെ തള്ളി മാറ്റാണ്. ഇതിനുശേഷം അവൻ ചുണ്ടത്ത് തന്നെ ഒരു മുത്തം വീണ്ടും ഇറുക്കി കൊടുക്കുകയാണ്. ഈ കവിതയെല്ലാം വായിച്ച് ഹീറോ ബോട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിയുന്ന നേരത്ത് അവൻ ഈ സാധനങ്ങളെല്ലാം പറക്കി ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ അവിടെ ഈ ബോട്ട് വാങ്ങാൻ വന്ന പുതിയൊരു ഫാമിലി ഉണ്ട്. അതായത് പ്രായം കുറഞ്ഞൊരു അച്ഛൻ, അമ്മ, പിന്നെ അതുപോലെ ഒരു കുട്ടിയാണ്, ഒരു കുട്ടി മോളാണ്. ആ ഫാമിലി നല്ല സന്തോഷത്തിലാണ്. ഇത് കാണുമ്പം ഹീറോയ്ക്ക് ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. പണ്ട് ഹീറോ മീൻ പിടിക്കാൻ പോയിട്ട് വരുമ്പം എവന്റെ ഫാമിലി, അതായത് ഹീറോ പിന്നെ 3 മക്കൾ ഇങ്ങനെ കാത്തു നിൽക്കും അച്ഛ അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട്. അവൻ ദൂരെ നിന്ന് വരുമ്പോഴേ അച്ഛ അച്ഛ എന്ന് വിളിയേക്കും. എന്തായാലും ബോട്ട് വാങ്ങാൻ വന്ന ഫാമിലി എടുത്ത് വന്ന് സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഫാമിലി നല്ല എളിമയുള്ള ആൾക്കാരാണ് കേട്ടോ. ഇപ്പൊ പുതിയതായിട്ട് ബോട്ട് വാങ്ങാൻ പോകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ജാടയൊന്നും അവർക്കില്ല. അവർ മാനിയായിട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഹീറോ ഈ ബോട്ടിൽ മീൻ പിടിക്കാൻ നേരത്തെ എഴുതി വെക്കാനായിട്ട് ബുക്ക് കൊടുക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബുക്കാണ്. അതിന് നന്ദി പറയുന്നുണ്ട്. ആ അച്ഛൻ നന്ദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഫാമിലി മുഴുവൻ നന്ദി പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ആ കൊച്ചു പെൺകുട്ടി വരെ. ഇതിനുശേഷം പോലീസ് സ്റ്റേഷന്റെ പുറത്ത് ഹീറോയിൻ മോനെ ഇറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴാണ് അവൻ ഒരു കാര്യം അറിയുന്നത്, അതായത് ഇവര് ബോട്ട് വിറ്റിട്ടാണ് ഇവനെ ഇറക്കിയതെന്നുള്ള കാര്യം. ഇതറിഞ്ഞപ്പം അവന്റെ നെഞ്ച് തകർന്നു പോവാണ്. അവൻ ആകെ വിഷമം വരുവാണ്. അവൻ കരയാണ്, എന്തിനാണ് അമ്മ എനിക്ക് വേണ്ടി ഈ ബോട്ട് വിറ്റത്? നമ്മുടെ ആകെ ഉള്ള ഒരു സ്വത്തല്ലായിരുന്നു അത്, അതിന്റെ ആവശ്യമില്ലായിരുന്നു കൊടുക്കേണ്ടത്. ഇതും പറഞ്ഞ് അവൻ ആകെ പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ. അവനെ അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ അവനെ, കാരണം ഒരു ബോട്ട് വിറ്റെന്ന് പറയുമ്പോഴേ. ബോട്ടൊക്കെ വിറ്റോണ്ട് തന്നെ അവർക്ക് വരുമാന മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹീറോയിൻ ഇപ്പം മീൻ വിൽക്കാനായിട്ട് മാർക്കറ്റിൽ വന്നേക്കാണ്. അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് ലേഡികളുണ്ട് മീൻ വിൽക്കുന്ന ആൾറെഡി. അവര് കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പോലെ സംസാരിക്കുകയാണ്, കാരണം അവരുടെ കച്ചവടം കൂടെ പോകത്തില്ലേ ഒരാളൂടെ വന്ന്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിലാണ് പെരുമാറുന്നത്. ഈ നേരം നമ്മുടെ ഹീറോ അവിടെ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യാണ്. മീനൊക്കെ കൊണ്ടു കൊടുക്കുന്ന ബൈക്കില്ലേ, അങ്ങനെ വർക്ക് ചെയ്യാണ്. ഇതിനുശേഷം രാത്രിയാവുമ്പോൾ ഹീറോ വന്ന് ഹീറോയിനോട് സംസാരിക്കുന്നുണ്ട്. അതായത് അവർ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. ഹീറോ പറയുന്നുണ്ട്, നീ അന്ന് എന്റെ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നീ ഏതെങ്കിലും റിച്ച് ആയിട്ടുള്ള മനുഷ്യന്റെ ഭാര്യയായിട്ട് ഇരിക്കേണ്ടിയായിരുന്നു, നിനക്കൊരു കവിയാവായിരുന്നു, നല്ല ഡ്രസ്സ് ഇടായിരുന്നു, കവിത എഴുതായിരുന്നു. ഇപ്പൊ നീ എന്റെ കൂടെ വന്ന് ആകെ കുഴഞ്ഞു പോയില്ലേ, എനിക്ക് അതിൽ നല്ല കുറ്റബോധമുണ്ട്. അതായത് ഹീറോയ്ക്ക് നല്ല കുറ്റബോധം ഉണ്ട് കേട്ടോ, ഇവർക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ. എന്തായാലും ഹീറോയിൻ പറയാണ്, ഇനിയിപ്പം ബാക്കിലോട്ട് പോയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ കൂടെ വരത്തുള്ളൂ, എനിക്ക് ഇതാണ് ഇഷ്ടം. നിങ്ങൾ എന്നെ എന്ത് നന്നായിട്ടാണ് നോക്കുന്നത്, ഇത്ര പൈസ ഇല്ലാഞ്ഞിട്ട് നിങ്ങൾ എന്നെ നന്നായിട്ടാണ് നോക്കുന്നത്. ഇത് കണക്ക് ഒരു ഭർത്താവിനെ കിട്ടിയത് തന്നെ എൻ്റെ ഒരു ഭാഗ്യം. ഇതും പറഞ്ഞ് അവർ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. വീട്ടിൽ തിരിച്ചു വരുമ്പോൾ അവിടെ മോനില്ല, മോന്റെ ഭാര്യയും പിന്നെ അവരുടെ മോനേ ഉള്ളൂ. പിന്നെ വന്നപ്പോഴത്തേക്ക് ഒരു ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് 2 എണ്ണം. എന്തായാലും കാമയ്ക്ക് കുറച്ച് നാളായിട്ട് ബ്യൂട്ടി പാർലറിലൊന്നും പോകുന്നില്ല. അവളുടെ മുടിക്കൊക്കെ എന്തോ ചെയ്യും ഇങ്ങനെ ചുരുളാനായിട്ട്, എന്നാൽ ഇതൊന്നും ഇപ്പൊ ചെയ്യാറില്ല. ഇത് കണ്ട ഹീറോ ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇതൊന്നും ശ്രദ്ധിക്കാത്ത, എന്താ നിന്റെ മേക്കപ്പ് ഒക്കെ കുറഞ്ഞു പോയെന്ന്. അതിന് മറുപടിയായിട്ട് അവള് പറയുന്നത് അതിനൊക്കെ നല്ല പൈസ ആവുമെന്നാണ്. വേറൊന്നുമല്ല, ഇവരുടെ ഒന്നാമത് പൈസ ഇല്ല, ബോട്ടൊക്കെ വിറ്റോണ്ട് തന്നെ ഒട്ടും പൈസ ഇല്ല. ഇനി ബ്യൂട്ടി പാർലറിലൊന്നും പോക്ക് നടക്കില്ല. അത് അവൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് അവള് ബ്യൂട്ടി പാർലറിലൊന്നും പോകാത്തത്. എന്തായാലും അവള് കഴിക്കാനായിട്ട് എന്തോ എടുത്തോണ്ട് പിന്നെ ഒരു ക്രീം എടുത്ത് റൂമിലോട്ട് കയറിപ്പോയി ഡോർ അടയ്ക്കുകയാണ്. ഇതിനുശേഷം അവൾ അവിടെ ഇരുന്ന് ക്രീം ഇടുമ്പോൾ അവരുടെ തൊട്ട് സൈഡിൽ ഒരു സ്റ്റോർ റൂം പോലത്തെ ഒരു
സ്ഥലമുണ്ട് കേട്ടോ, ഒരു റൂമുണ്ട്. അവിടെ ചെന്ന് ജനല് തുറന്ന് നോക്കുകയാണ്, സ്റ്റോർ റൂമിൽ കൈയിട്ട് നോക്കുകയാണ്. നോക്കുമ്പോഴത്തേക്ക് കുറെ അധികം ബിയറിന്റെ ക്യാൻ ഉണ്ട്, അതായത് ഫിൽഡ് ആയിട്ടുള്ള ബിയറിന്റെ ക്യാനാണ്. ഇത് കാണുമ്പോൾ അവൾക്ക് എന്തോ കണക്ക് തോന്നുകയാണ്. അവൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് ഹീറോനോട് സംസാരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഹീറോയാണ് ആ ബിയർ വാങ്ങിച്ച് അവിടെ കൊണ്ടുവച്ചേക്കുന്നത്. അതായത് ഇവൾക്ക് ബിയർ കുടിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ബിയറിന്റെ ക്യാൻ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് അവിടെ വെച്ചേക്കുന്നത് അവൾക്ക് കുടിക്കാനായിട്ട്. അവിടെ ഇരുന്ന് അവനും കുടിക്കുകയാണ്, എന്തോ കഴിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അവൾ അവിടെ വന്നിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതായത് മോനെ പറ്റിയാണ് സംസാരിക്കുന്നത്. മോൻ രാത്രി എവിടെ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. എന്നാൽ അത് പൂർണ്ണമായിട്ട് പറയുന്നില്ല. ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ ഹീറോ കൊച്ചുമോനെയും പിടിച്ച് അവന്റെ അപ്പാർട്ട്മെന്റിന്റെ പുറത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാം കെട്ടുകാരനും കൂടെ ഉണ്ട്. അവര് തമ്മിലുള്ള പിണക്കൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹീറോ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചെറുമോനെ കാണണമെന്ന് തോന്നിയാൽ എന്നെ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് വീട്ടിലോട്ട് കയറി വരാൻ മടിയില്ലേ, ഞാൻ ഇങ്ങോട്ട് വരാൻ താഴോട്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണണമെന്ന് തോന്നിയാൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഇത് കേൾക്കുമ്പോൾ രണ്ടാം കെട്ടുകാരൻ ചോദിക്കും, ഇതിന് ഉപകാരമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ സാറെന്ന് തന്നെ ചോദിക്കും. അത്രയും മാന്യതയോടെ സംസാരിക്കുന്നുണ്ട്. കാരണം ഇത്രയും പറഞ്ഞില്ലേ, കാണണമെന്ന് തോന്നിയാൽ ചെറുമോനെ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞില്ലേ, അതിന്റെ നന്ദിയായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ സീൻ കട്ടായാൽ അടുത്ത സീനിൽ രണ്ടാം കെട്ടുകാരന്റെ ഭാര്യയാണ് കാണിക്കുന്നത്, അതായത് കാമുകിയുടെ അമ്മേനെ. അവര് ഒരു സ്ത്രീയെ നോക്കുന്നുണ്ട്, വേറെ ആരുമല്ല ആ സ്ത്രീ, അത് ഈ അമ്മയുടെ അമ്മായി അമ്മയാണ്. അവര് വയസ്സായോണ്ട് തന്നെ അവരെ നോക്കുന്നത് ഈ അമ്മയാണ്. അതുപോലെ തന്നെ അവരുടെ ബെഡ് റെഡിയാക്കി കൊടുക്കും, ഡ്രസ്സ് കഴുകി കൊടുക്കും, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ അമ്മയാണ്. അതിന് നന്ദിയായിട്ട് ഒരു ഓറഞ്ച് തോട്ടം തന്നെ ഇവർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. അതായത് ഓറഞ്ച് തോട്ടം കൊടുക്കാന്ന് പറഞ്ഞിട്ടല്ല നോക്കിയത്, ഇവരെ നോക്കിയോണ്ട് തന്നെ അതിന് സമ്മാനമായിട്ട് അമ്മായിയമ്മ ഒരു ഓറഞ്ച് തോട്ടം കൊടുക്കാന്ന് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം ഹീറോനെയും ഹീറോയിനെയും മോനെയും പിന്നെ കാമുകിയൊക്കെ കാണിക്കുകയാണ്. അവരെ അപ്പാർട്ട്മെന്റിൽ നിൽക്കുകയാണ്. മോൻ എങ്ങോട്ടോ പോകാൻ ഒരുങ്ങുകയാണ്. ഇത് കാണുന്ന ഹീറോ അവനൊരു കുപ്പി പാല് കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുടിക്കാനായിട്ട്. ഹീറോയിൻ ചോദിക്കും, അവനെ ഇനി പുറത്തോട്ട് വിടണോ, അടുത്ത പ്രശ്നത്തിനായിരിക്കും പോകുന്നത്, നമുക്കിനി വിൽക്കാൻ ഒന്നുമില്ല, അവനെ പുറത്തിറക്കാൻ നമ്മൾ ഇനി എന്താ ചെയ്യുക. ഇത് പറയുമ്പോൾ ഹീറോ വലിയ മൈൻഡ് ഇല്ലാതെ, അത് സാരമില്ല, അവൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയും. കുറച്ച് കഴിയുന്ന നേരത്ത് മോൻ പുറത്തിറങ്ങി വരികയാണ്. എന്നിട്ട് പറയാണ്, എന്റെ ഒരു കൂട്ടുകാരൻ പട്ടാളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, അവന്റെ ട്രീറ്റിന് പോവുക, ഞാൻ എന്തായാലും കുറച്ച് വൈകും, രാത്രി കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരാം. ഇതും പറഞ്ഞ് അവൻ പോകുമ്പോഴുണ്ടല്ലോ ഹീറോയിന് ആകെ എന്താ പറയാ, അവനെ വിടാനൊരു താല്പര്യമില്ല, ഇനി അടുത്ത പ്രശ്നത്തിന് പോയി ചാടിയാലോ. എന്നാൽ ഹീറോയും കാമുകിയും ഒന്നും പറയുന്നില്ല, അവർക്ക് എന്തോ അറിയാം കേട്ടോ അവനെ പറ്റിയിട്ട്. ഇതിനുശേഷം ഇവൻ അവിടെ നടക്കുകയാണ്. വേറെ അങ്ങോട്ടല്ല, ഇവൻ പുതിയൊരു കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. അതായത് റൈസ് കേക്ക് എല്ലാ വീട്ടിലും കൊണ്ടുവന്ന് വിൽക്കാറുണ്ട്. അതുപോലെ തന്നെ വേറെന്തോ ഭക്ഷണം അവൻ കൊടുക്കാറുണ്ട് പൈസയ്ക്ക്. അവൻ കൂട്ടുകാരന്റെ ട്രീറ്റിനൊന്നും അല്ല പോണത്, ഇങ്ങനെ കാര്യങ്ങൾ വിൽക്കാനായിട്ടാണ്. ഇത് വീട്ടിലിറങ്ങിയാല് അവർക്ക് വിഷമാവത്തില്ലേ, അതുകൊണ്ടാണ് അവൻ അത് പുറത്ത് പറയാത്തത്. ഇന്നേരമാണ് അന്ന് കാമുകി ഹീറോന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചില്ലായിരുന്നു, ബിയറൊക്കെ കണ്ട ശേഷം വന്നിരുന്ന് സംസാരിച്ചിരുന്നായിരുന്നു. അത് വേറൊന്നുമല്ല, കാമുകൻ എന്താ ജോലി ചെയ്യുന്നതെന്ന്, അതായത് മോൻ എന്താ ജോലിയാ ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അവൻ റൈസ് കേക്ക് വിൽക്കാറുണ്ട് രാത്രി. അതുപോലെ തന്നെ റൈസ് കേക്ക് വിൽക്കാൻ പോകുമ്പോൾ വീട്ടിലുള്ള ആൾക്കാർ അവിടുത്തെ വീട്ടുപണിയൊക്കെ ചെയ്യിക്കാറുണ്ട്. അതായത് അവിടുത്തെ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് താഴെ കളയാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം ഒരാൾ അവനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അടിക്കാൻ പിടിച്ചിട്ടുണ്ട്, റൈസ് കേക്ക് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അവൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ ജീവിക്കുന്നതെന്നാണ് കാമുകി അച്ഛനോട് പറഞ്ഞത്, അതായത് ഹീറോനോട്. ഹീറോയ്ക്ക് ഇത് കേട്ടപ്പോൾ നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ, കാരണം മോൻ ഇത്രയധികം കഷ്ടപ്പെടുന്നില്ലേ. അതുപോലെ തന്നെ ഇത് പുറത്ത് കാണിക്കുന്നില്ല ഈ വിഷമം. ഹീറോ പറയാണ്, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റൂ, അവനല്ലേ ഈ ഫാമിലിയുടെ ഹെഡ് എന്ന്. ഹീറോയ്ക്ക് ഉള്ളിൽ നല്ല വിഷമം ഉണ്ട് കേട്ടോ, പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം ഹീറോ, ഹീറോയിൻ, കാമുകി ഇവര് വീട്ടിൽ നിൽക്കുമ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് ഒരു പാക്കറ്റ് പൈസ കിട്ടുകയാണ്, ഒരു കവറിനകത്ത് നിറയെ പൈസ. അതുപോലെ തന്നെ കാമുകി കരയുന്നുണ്ട്, അച്ഛനെ വിളിച്ച് കരയുന്നുണ്ട് ഫോണിൽ, അച്ഛാ പെട്ടെന്ന് തന്നെ അവനെ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു കളയുമെന്ന്. ഇന്നേരം ഹീറോയിൻ വന്ന് പറയാണ്, അവൻ ബോട്ടിൽ പോയിട്ടുണ്ട്, കടലിൽ നിൽക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ ഉടനെ ഇവർക്കാണെങ്കിൽ ആകെ ടെൻഷൻ, കടലിൽ പോയോ എന്നുള്ള രീതിയിൽ. പെട്ടെന്ന് തന്നെ അവർ അവിടെ നിന്ന് ഇറങ്ങി കടലിലോട്ട് ഓടുകയാണ്. ഹീറോയിൻ ഓടുമ്പോൾ അവൾക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. അതായത് മൂന്നാമത്തെ കുട്ടി മരിച്ചില്ലേ, ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. അതിന്റെ ഒരു ട്രോമ ഇപ്പോഴും ഹീറോയിന്റെ മനസ്സിലുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മോനല്ലേ, അതിനെ മറക്കാൻ പറ്റില്ല. ആ ഒരു ട്രോമയിലാണ് ആ കടൽ തീരത്തൂടെ ഓടി പോകുന്നത്. അതുപോലെ തന്നെ കടലിന്റെ ആകത്തെ സ്ഥിതിയൊക്കെ മാറിയിട്ടുണ്ട്, നന്നായിട്ട് കാറ്റടിക്കുകയാണ്, എന്ത് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഈ നേരം ഹീറോ പെട്ടെന്ന് ഓടി ഒരു ബോട്ടിൽ വരുവാണ്. ആ ബോട്ടിലെ റേഡിയോ എടുത്ത് മോൻ പോയ ബോട്ടിൽ വിളിച്ച് പറയാണ്, പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരണം, ഞാൻ അതിനുള്ള ഫ്യൂൽ കോസ്റ്റ് നോക്കിക്കോളാം. എന്നാൽ അവന്മാരത് സമ്മതിക്കുന്നില്ല. ഈ സമയം അങ്ങോട്ട് രണ്ടാം കെട്ടുകാരൻ കയറി വരുവാണ്. രണ്ടാം കെട്ടുകാരൻ കയറി വന്നിട്ട് പറയാണ്, പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരണം, ഉറപ്പിച്ച് തന്നെ പറയാണ്. അപ്പൊ അവന്മാര് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. തിരിച്ചു കൊണ്ടുവന്ന് ബാഗൊക്കെ എറിഞ്ഞു കൊടുക്കുകയാണ്. കാരണം അവന്മാരുടെ സമയം മെനക്കെടുത്തില്ലേ ഈ മോനെ കൊണ്ടുപോയതോടെ. പിന്നെ ഈ ബോട്ട് തിരിച്ചു കൊണ്ടുവന്നതിന്റെ പൈസ കൊടുക്കണം, ഫ്യൂൽ കോസ്റ്റ് കൊടുക്കണം, അതുപോലെ അവർ മീൻ പിടിക്കുന്നതിന്റെ കോസ്റ്റ് കൊടുക്കണം. അത് കൊടുക്കാൻ പോകുന്നത് രണ്ടാം കെട്ടുകാരനായിരിക്കും. രണ്ടാം കെട്ടുകാരനാണ് അവരുടെ അടുത്ത് തിരിച്ചു വരാൻ പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്ന് വന്നാൽ 2 ഇരട്ടി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ. അതിന് ഡീലിങ്സ് സംസാരിക്കാനായിട്ട് ബോട്ടിന്റെ അകത്ത് കയറി പോവാണ്. ഈ നേരം ഹീറോ അവന് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. കടലിൽ പോകുന്ന എന്ത് ടഫായിട്ടുള്ള കാര്യം എന്ന് നിനക്ക് അറിയാലോ, കടലിൽ പോയാൽ എപ്പം മുങ്ങി മരിക്കും, അല്ലെങ്കിൽ ബോട്ട് മുങ്ങും, ഒന്നും അറിയത്തില്ല. അതുപോലെ തന്നെ വല എറിയുന്ന സമയത്ത് കൈയൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് നീ ഇത്രയും റിസ്ക് എടുത്ത് എന്തിനാടാ കടലിൽ പോയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അവനോട്. എന്നാൽ അവൻ തിരിച്ചു ചോദിക്കുന്നത്, അച്ഛനും ഈ ജോലി എന്നല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവനൊരു കാര്യം പറയുന്നുണ്ട്, അതായത് അവർ റൈസ്
റൈസ് കേക്ക് വിൽക്കാൻ പോയില്ലായിരുന്നു. അപ്പോൾ എല്ലാ ആൾക്കാരും അവനോട് വളരെ ദയനീയമായിട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അവൻ എക്സ്ട്രാ പൈസ കൊടുക്കാറുണ്ട് അവർ റൈസ് കേക്ക് വിൽക്കാൻ നേരത്തെ. സാധാരണ ഉള്ള ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ എക്സ്ട്രാ പൈസ കൊടുക്കാറ്? അതുപോലെ തന്നെ അവന്റെ അടുത്ത് എല്ലാവരും, അതായത് റൈസ് കേക്ക് വാങ്ങുന്ന എല്ലാവരും പറയുന്നത് അച്ഛനെ നന്നായിട്ട് നോക്കണം, അച്ഛനെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ അവൻ ഇത് അന്വേഷിക്കുകയാണ്, ഇതിന്റെ പിന്നിലെ രഹസ്യം. അന്വേഷിച്ചപ്പോഴാണ് അവന് മനസ്സിലായത്, അതായത് അച്ഛനും രണ്ടാം കെട്ടുകാരനും കൂടെ ഒരു പ്ലാൻ ഉണ്ടാക്കി ഈ ഏരിയയിലുള്ള ഓരോ ആൾക്കാർക്കും കുറച്ച് പൈസ വീതം കൊടുത്തിട്ടുണ്ട്. ഇത് കണക്ക് മോൻ വീട്ടിൽ വന്ന് റൈസ് കേക്ക് ചോദിക്കുകയാണെങ്കിൽ അവന് കൊടുക്കാനായിട്ട് പൈസ. സത്യം പറഞ്ഞാൽ ഹീറോന്റെ പൈസ തന്നെയാണ് ഇവൻ ജോലിക്ക് പോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്. അതായത് ഇവനെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്നാലും ഹീറോ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരണം ഈ പൈസ സമ്പാദിക്കാനായിട്ട്. ഇതുകൂടെ മനസ്സിലാക്കിയപ്പം ഇവനാകെ തകർന്നു പോവാണ്. ഇവൻ അതുകൊണ്ടാണ് ബോട്ടിൽ വന്ന് പണിയെടുത്തത്. ഇനി റൈസ് കേക്ക് അവൻ സ്വന്തം വീട്ടിലെ പൈസ തന്നെ വീണ്ടും കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെയാണ് അവൻ കടലിലോട്ട് പോയത്. ഈ നേരം ഹീറോയിൻ അങ്ങോട്ട് വരികയാണ്. ഇവനിട്ട് ആദ്യം 2 അടി കൊടുത്തെങ്കിലും പിന്നെ അവനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുകയാണ്. ഇതിനുശേഷം മോൻ ആദ്യം ഹീറോ ഒരാളുടെ അടുത്ത് കടം ചോദിച്ചില്ലായിരുന്നു. പുള്ളിക്കാരന്റെ ഏതോ ഒരു മീൻ കമ്പനിയിലോ അല്ലെങ്കിൽ മീമിക്കുന്ന സ്ഥലത്തോ ജോലി ചോദിച്ചു വന്നേക്കാണ്. വേറെങ്ങും അവന് ജോലി കൊടുക്കത്തില്ല. കാരണം അവന്റെ പേരിൽ ഒരു കേസുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവനൊരു കള്ളനായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാണ്. അതുകൊണ്ട് തന്നെ ആരും ജോലി കൊടുക്കാറില്ല. ഇപ്പൊ ഇയാള് ജോലി കൊടുക്കാന്ന് പറഞ്ഞേക്കാണ്. കാരണം ഹീറോ അത്ര സത്യസന്ധനായിട്ടുള്ള ഒരാളാണ്, ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ സത്യസന്ധനായതുകൊണ്ട് തന്നെ മോനെ ചെറിയൊരു വിശ്വാസം കാണും. അതുകൊണ്ടായിരിക്കും ജോലി കൊടുക്കുന്നത്. ഇതിനുശേഷം ന്യൂ ഇയർ ആവുകയാണ്. ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് ഹീറോയിനും കൂടെ ആൾക്കാരുടെ കൂട്ടത്തിൽ ചെന്ന് ചേരുന്നുണ്ട്. അവിടെ നിന്നിട്ട് ന്യൂ ഇയർ ആകുമ്പം അവർ കൈയടിച്ച് സന്തോഷപ്പെടുന്നുണ്ട്. അടുത്ത സീനിൽ ലിസേനെയും ആർട്ടിസ്റ്റ് പയ്യനെയും കാണിക്കുകയാണ്. ആർട്ടിസ്റ്റ് പയ്യൻ അവിടെ എന്തോ കുക്ക് ചെയ്യാണ്. ലിസ വേറെന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിസ മനസ്സിൽ ചിന്തിക്കുന്നത്, ഇനി ഒരു കാലം വരുമോ മനുഷ്യർ പുറത്തോട്ട് പോകണ്ട, മനുഷ്യർ ഒരു സ്ഥലത്ത് മാത്രം ഇരുന്ന് എന്തെങ്കിലും ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന അങ്ങനെ ഒരു തീവ്രമായിട്ടുള്ള ചിന്തകളിലോട്ട് അവള് പോവുകയാണ്. അതും 1999 2000 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അവൾ ഇങ്ങനെ ഒരു ചിന്തയും കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോ ചിന്തിക്കാം, കാരണം നമ്മൾ ഇങ്ങനെ ഒരു ടെക്നോളജി ഏറയിലാണ് ജീവിക്കുന്നത്. പക്ഷെ അവള് ജീവിക്കുന്നത് 2000-ലാണ്. ആ സമയം അവൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൾ ആ ഫോൺ എടുത്ത് അതിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫോൺ വെച്ചിട്ട് എന്തോ ഒരു ബിസിനസ് തുടങ്ങാൻ അവൾക്ക് പ്ലാൻ ഉണ്ട്. അതിന് ഫുൾ സപ്പോർട്ടായിട്ട് ആർട്ടിസ്റ്റ് പയ്യനും കൂടെ ഉണ്ട്. ഇപ്പൊ ഫിനാൻഷ്യൽ ക്രൈസിസ് നടക്കുകയാണ് കൊറിയയിൽ. അതുകൊണ്ട് തന്നെ ബിസിനസ് പച്ച പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ ഒരു എന്തോ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നില്ല, എന്തോ ഒരു അടിപൊളി ബിസിനസ് ഐഡിയ ആണ്. ഇതിനുശേഷം അമ്മയെ കാണിക്കുകയാണ്, അതായത് കാമുകിയുടെ അമ്മേനെ. കാമുകിയുടെ അമ്മ കാമുകിയെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ എക്സാം പാസ്സായെന്ന്. ആ സന്തോഷത്തിൽ കാറൊക്കെ കുലുങ്ങുന്നുണ്ട് കേട്ടോ. ഏത് എക്സാം ആണെന്ന് അറിയില്ല, എന്നാലും പാസ്സായെന്ന് പറഞ്ഞ് സന്തോഷപ്പെടുന്നുണ്ട്. ഞാൻ ജയിച്ചേന്ന് പറഞ്ഞിട്ട്. ഇതിനുശേഷം ഹീറോയിനെയും അമ്മായിയമ്മയും കാണിക്കുകയാണ്. അമ്മായിയമ്മ ഹീറോയിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും കവിത എഴുതി തുടങ്ങിയേനെ. നിന്റെ അത്രയും ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കവിത എഴുതുമെന്നും പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. ഇത് കേട്ടതോടെ അവള് മോട്ടിവേറ്റ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ അവള് കവിത എഴുതാൻ തീരുമാനിക്കുകയാണ്. എപ്പോഴാണ് തലവര മാറുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ. ഒരു കവിതയൊക്കെ വിറ്റ എന്തുമാത്രം പൈസ കിട്ടുമെന്ന് അറിയാമല്ലോ. ഈ നേരം ഹീറോ വേറെന്തോ വലിയൊരു റിസ്ക് എടുക്കാൻ വന്നേക്കാണ്. അവനെന്തോ ഒപ്പിട്ട് കൊടുക്കാൻ വന്നേക്കാണ്. എന്തോ പൈസയുടെ ഇടപാടാണ് കേട്ടോ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ ഭാര്യയൊക്കെ കവിത എഴുതി തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ മോളെന്തോ ബിസിനസ് തുടങ്ങാൻ പോവാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഹൈ റിസ്ക് ആയിരിക്കും, അതുപോലെ ഹൈ റിട്ടേൺസും ആയിരിക്കും. അതുകൊണ്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. എടുക്കുന്നോ ഇല്ലേന്ന് ചോദിച്ചുകൊണ്ട് ഹീറോ അത് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്ത് റിസ്ക് ആണെന്നറിയില്ല, അതെല്ലാം ഇനി അടുത്ത എപ്പിസോഡിൽ അറിയാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ.